എൻ്റെ പേര് പ്രിൻസ്. കോഴിക്കോടാണ് സ്ഥലം. എനിക്ക് ലാലൂർ ദേവസ്ഥാനം ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെയും വിഷ്ണുവായ ചാത്തൻ സ്വാമിയുടെയും കരുനീലമ്മയുടെയും അനുഗ്രഹം കൊണ്ട് ജോലി കിട്ടി. ഇന്ന് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ലാലൂർ ദേവസ്ഥാനത്തിലെ മൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് ജോലി കിട്ടി. 1-ാം തീയതി ജോയിൻ ചെയ്യണം. നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമല്ല, നമ്മളെപ്പോഴും ഓരോരുത്തരുടെ സംശയങ്ങൾക്ക് മറുപടി ആയിട്ടാണല്ലോ വരിക. ഇന്ന് ഒരാളുടെ ചോദ്യത്തിനല്ല, ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്. അത് എന്താണ് അങ്ങനെ പറയണേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എല്ലാവരും അങ്ങനെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഇവിടെ നിന്നല്ല, ഒരുവിധം എല്ലായിടത്തും. അത് നിങ്ങളെന്നല്ല, ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് ചോദ്യം അല്ല, എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഒരുവിധം എല്ലാവരും പറയണതാണ്. വാട്സാപ്പിലായാലും സ്വാമി എൻ്റെ 4 പേര് ഇതൊക്കെയാണ്, എന്നതാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അത് അവർ പറയണതിൽ തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ളൊരു രൂപത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയണത്. മനസ്സിലായ? അത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്നല്ല ഞാൻ പറയണേ. അതിൻ്റെ ശരിയായിട്ടുള്ളൊരു വശം. ഇനിയിപ്പോൾ മറ്റുള്ള ക്ഷേത്രത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല, മറ്റുള്ള തിരുമേനിമാർ എങ്ങനെയാണെന്ന് അറിയില്ല. പലരും തിരുമേനിയെ പോറ്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മളിപ്പോൾ ഇത് കേട്ടിട്ടുള്ളൊരു ഭാഗം എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ രാത്രി ഒരു കൊന്തെത്തിക്കലുണ്ട്. ആ കൊന്തെത്തിക്കലിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. ആ ഒരു ഇതുപോലെയാണ് എനിക്കിത് കേൾക്കുമ്പോൾ ഒരു ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു അമ്പലത്തിലത്തെ ക്ഷേത്രത്തിലത്തെ തിരുമേനി അല്ലെങ്കിൽ അവിടുത്തെ കാര്യനിവൃത്തികൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആള്. അപ്പം എല്ലാവരും വിചാരം പൂജാരി എന്ന് പറഞ്ഞാൽ തിരുമേനി, അതായത് പൂനൂലിട്ടവർ മാത്രമാണ് പൂജാരി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് എന്താ പൂജാരി എന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, സ്വാമി എന്നൊക്കെ വിളിക്കുമ്പോൾ. അപ്പോൾ അതല്ല, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിനെ കുറിച്ചാണ് ഞാൻ പറയണത്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്യുക. അത് ഭഗവാന്റെ അടുത്ത് നിങ്ങൾ എന്താണ് പറയണത്, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് വാട്സാപ്പ്. ഇവിടെ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ കാര്യം പറയാം, മറ്റുള്ളവർക്ക് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ടൈപ്പ് ചെയ്യണത് ഞാൻ പ്രിൻ്റ് എടുത്ത് അത് കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ ഞാനത് അവിടെ ഉൾക്കൊള്ളിക്കും. സ്വാമിയുടെ അടുത്ത് പറയും ഇന്നതാണ് അവരുടെ ആവശ്യം, ഇന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഇന്ന ആവശ്യത്തിനാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം, ഞാൻ ഇന്ന് ഒരു കാലത്ത് ഒരു പൂജ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരാളുടെ ഒരു ആവശ്യം, അത് ഞാൻ വേണമെങ്കിൽ ആളുടെ പേര് മാത്രം ഒന്ന് വെട്ടി കളഞ്ഞിട്ട് ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടുതരാം. അങ്ങനെയാണ് നമ്മളുടെ രീതി. അപ്പോൾ അത് പൂജ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാമായണ മാസമാണ്, ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ല, എന്നാലും ഞാൻ പറയണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പൂജ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ടത് വാട്സാപ്പിൽ അത് അറിയിക്കും അവരെ. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇന്ന പൂജ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാനത് പ്രിൻ്റ് എടുത്ത്, അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ഭഗവാൻ കേൾക്കുക. നമ്മളൊരു മീഡിയേറ്റർ എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് വേണ്ടി സ്വാമിയോട് പറയാം. അത്ര മാത്രമാണ് ശരിക്കും എൻ്റെ കർത്തവ്യം ഉള്ളൂ. അത് കഴിയണതൊന്നും പിന്നെ അതിൻ്റെ മുകളിലുള്ളതൊന്നും നമ്മളല്ല തീരുമാനിക്കുക, സ്വാമിയാണ് തീരുമാനിക്കുക. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും നിവേദ്യങ്ങൾ, ഇപ്പം ഞാൻ ഇന്ന് കാലത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു കടുംപായസമാണ്. ആ കടുംപായസം നിങ്ങൾ പൈസ തന്നാൽ അതിനുള്ള കടുംപായസം ഞാൻ 5 മൂർത്തികൾക്ക്, ഇവിടെ 5 മൂർത്തികളാണുള്ളത്. പ്രത്യേക പൂജകൾക്ക് 7 മൂർത്തികൾ വരെ വരും. കുറച്ച് പേരെ പത്മട്ടിട്ട് ഇരുത്തേണ്ടതായിട്ടുണ്ട്, ആദിഗുരു അങ്ങനെയൊക്കെയുള്ള കുറേ ഭഗവാന്മാർക്ക് നിവേദ്യം വേറെ വെക്കേണ്ടി വരും. പിന്നെ പുറത്ത് ഒരു നിവേദ്യം വെക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്തെങ്കിലും തരുന്നത് നിങ്ങളുടെ ഭഗവാന് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്, അതായത് നിങ്ങളുടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ലാലൂർ ദേവസ്ഥാന മൂർത്തികളെ വിശ്വസിച്ച് നിങ്ങൾ എന്തെങ്കിലും നിവേദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ നിവേദ്യങ്ങൾ അത് നിങ്ങൾ പൈസ തന്നാൽ ആ പൈസയ്ക്ക് എന്താണ്, എത്ര രൂപയാണോ അതിന് ഇന്നതൊന്നുമില്ല. 100 രൂപ 200 രൂപ എന്ന് പറയുന്നത് വാലിഡാനായിട്ട് ഇതിൽ ആലമ്പുലിയൊന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാന് എത്ര രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കൊടുക്കുന്ന തുക ലാലൂർ ദേവസ്ഥാന മൂർത്തികൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുമോ അല്ലെങ്കിൽ ചെയ്തു തരുന്നുള്ള വിശ്വാസം ഉണ്ടോ, ഇങ്ങോട്ട് അയച്ചാൽ അതിനുള്ള നിവേദ്യ അർപ്പണം ഞാൻ ചെയ്യും. ഞാൻ ചെയ്യുമ്പോൾ അത് സ്വാമിയോട് പറയും, ഇത് ഇന്ന ആളാണ് കേട്ടോ, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിവർത്തിച്ച് കൊടുക്കുക സ്വാമി. അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ, അവരും കോടികളൊന്നും അല്ലല്ലോ ചോദിക്കണേ, അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക, ഫ്രണ്ട്ലി ആയിട്ട്. സ്വാമി അവരൊരാവശ്യത്തിനല്ല, അവരുടെ ആവശ്യങ്ങൾക്കല്ല പ്രാധാന്യം, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ സ്വാമിയുടെ അടുത്തേക്ക് വരണേ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പറയാം. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരെ പോലെ മന്ത്രം ജപിക്കും, മന്ത്രം വേറെയാണ്, മൂലമന്ത്രം ജപിച്ചിട്ടാണ് നമ്മളിതൊക്കെ അർപ്പിക്കുക. അർപ്പണ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പറയുന്ന കാര്യം
ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ടി ഇന്നത്, അവരെ ഇന്ന ആവശ്യത്തിനാണ്, അവർ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, കുറേ കാലയിൽ സ്വാമി അവർ കഷ്ടപ്പെടണേ, അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക, അവരൊന്ന് രക്ഷപ്പെടട്ടെ, അതിന് വേണ്ടിയിട്ട് സ്വാമിയുടെ അടുത്തേക്ക് വന്നേ. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഫ്രണ്ട്ലി ടോക്കാണ് ഞാൻ സ്വാമിയുടെ അടുത്ത് പറയാറ്. അല്ലാണ്ട് അയർ പിടിച്ചിരുന്ന മന്ത്രം മാത്രം ജപിച്ചു, മൂലമന്ത്രം ജപിച്ചു, അങ്ങോട്ട് പൂവ് അർപ്പിക്കാതെ മാത്രം, അത് വേറെ, അത് പൂജാതി കർമ്മങ്ങളാണ്. ഇപ്പം നൈവേദ്യം അർപ്പിക്കണമെങ്കിൽ നൈവേദ്യത്തിന് ഓംബ്രൂസ് ഗായത്രി മന്ത്രമൊക്കെ ജപിച്ച് അതിനെ ശുദ്ധി വരുത്തി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്ത് അത് ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ആരാണ് സമർപ്പിച്ചത്, പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത്, പുഷ്പാഞ്ജലിക്ക് ഞാൻ അങ്ങനെ പൈസ ഒന്നും വാങ്ങിക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അവരുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിക്കണം, ദോഷങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പുഷ്പാഞ്ജലി കഴിക്കണം ഇന്ന ആൾ ഇന്ന കാര്യത്തിനായിട്ട് സ്വാമി അതൊന്ന് ശരിയാക്കി കൊടുക്ക്. ലോണിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട്, കടം വാങ്ങി ധനം ഉണ്ടാക്കാൻ നോക്കി അവസാനം ധനം കടം തന്നോ കൊണ്ടുപോകുന്നു പറയാറുണ്ട്. അപ്പോൾ ലോണിൻ്റെ കാര്യം അവരവരുടെ ബിസിനസ്സും അവരവരുടെ വരുമാനങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ്, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ എന്ത് പ്രാർത്ഥന പറഞ്ഞാലും അത് നിങ്ങളെന്താണ് പറയണത് അത് അതിൻ്റേതായ രീതിയിൽ ഞാൻ സ്വാമിയിലേക്ക് എത്തിക്കുക. അത് മാത്രമാണ് ശരിക്കും ലാലൂർ ദേവസ്ഥാനത്തും ഉപാസകന അല്ലെങ്കിൽ കർമ്മികൻ അല്ലെങ്കിൽ ഞാനായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല, മനസ്സിലായ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ജപിക്കുക. ജപം ആണ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് ഞാൻ പറയാറുണ്ട്. ജപിച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ഉണ്ട്, എനിക്ക് സമയമില്ല ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടാൻ. ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇന്നലെ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഓരോരുത്തരുടെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയല്ല കാര്യസാധ്യം നടന്നവരെ. അപ്പോൾ വല്ലപ്പോഴൊക്കെ വല്ല നേരം കിട്ടി വല്ലതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി അതപ്പോൾ യൂട്യൂബിൽ ഇടുക എന്നല്ലാണ്ട് എല്ലാവരും ഇടുക എന്നുള്ളതല്ല, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കാര്യനിവൃത്തിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യണം അത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഭഗവാൻ കേൾക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ ഞാനും അത് സ്വാമിയോട് പറയും, സ്വാമി ഇന്നാൾ അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ രീതി. പലരും ഇന്ന് എനിക്കൊരു കുറഞ്ഞതൊരു 7 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ ഇന്ന കാര്യം നടക്കാനാണ്, മറ്റതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ വോയിസ് ഇട്ട് കൊടുക്കും. ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ച് ഞാൻ കൃത്യമായിട്ട് സ്വാമിയുടെ അടുത്ത് സമർപ്പിക്കും. അപ്പോൾ ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്നെ നോക്കണ്ട, സ്വാമിയുടെ ശക്തിയും സ്വാമിയുടെ കഴിവും സ്വാമിയുടെ ആ ഒരു ക്ഷിപ്രപ്രസാദമൊക്കെ നിങ്ങൾ അനുഗ്രഹത്തോടു കൂടി വാങ്ങിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞതിൽ വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് പലരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.